വെൽക്കം ടു വോയിസ് ഓഫ് കെ കെ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് E20 പെട്രോളിനെ കുറിച്ചാണ് കേട്ടോ. E20 പെട്രോളിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഞാനിന്ന് നേരിട്ട് അറിഞ്ഞതും മനസ്സിലാക്കിയതും ആയ ചില കാര്യങ്ങൾ, പിന്നെ ഇത് ഉപയോഗിച്ച മറ്റ് രാജ്യങ്ങളിൽ നടന്ന സംഭവങ്ങളെ പറ്റി. ഇത് നമ്മുടെ രാജ്യമല്ലാതെ മറ്റു പല രാജ്യങ്ങളും ഇതിനു മുമ്പും ട്രൈ ചെയ്തിട്ടുള്ളതാണ്, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ ചുരുക്കമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഏകദേശം 10 വർഷം അല്ലെങ്കിൽ 20 വർഷമൊക്കെ പഴക്കമുള്ള വാഹനങ്ങളിൽ ഈ എൻജിൻ്റെ ഓരോ പോർഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ സമയത്ത് ലഭ്യമാകുന്ന ചില മെറ്റൽ, എന്താ പറയുക, ഒരു കോമ്പോസിറ്റീവ് മെറ്റൽസ് എന്ന് പറയും. ആ സമയത്ത് ലഭ്യമാവുന്ന മെറ്റൽസിന് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഒരു കാർബറേറ്റർ പറ്റി ചിന്തിച്ചോളൂ. ഒരു 10 വർഷം പഴക്കമുള്ള ഒരു കാർബറേറ്റർ. അപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാവുന്ന ഓട്ടോമൊബൈൽ രംഗത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് ഒരു കാർബറേറ്റർ നിർമ്മിക്കുന്നു. ഈ കാർബറേറ്റർ ചിലപ്പോൾ E20 പോലുള്ളൊരു കെമിക്കൽ കോമ്പണൻറ്റുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്തിനെ പറ്റിയിട്ട് അന്ന് ചിന്തിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. ഈ 10 വരെയോ അല്ലെങ്കിൽ ഈ 5 വരെയൊക്കെ ആയിരിക്കും അന്നത്തെ ആ മെറ്റലിൻ്റെ ടെസ്റ്റിൽ വരെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതുമായിട്ടൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും റിയാക്ഷൻ്റെ എഫക്റ്റായിട്ട് അതിലെന്തെങ്കിലും ഒക്കെ ഔട്ട് വരുമല്ലോ. നമ്മൾ സാധാരണ തേയ്മാനം എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ ഔട്ട് വരും. അത് ഫ്യൂലിലേക്കോ അല്ലെങ്കിൽ ഇഞ്ചക്ടറിലോ കാർബറ്റിലോ പോയിട്ട് താങ്ങി നിൽക്കും. ഇതാണ് ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നമായിട്ട് പറയുന്നത്, ഈ കാർബറേറ്ററിലായിക്കോട്ടെ, ഇഞ്ചക്ടറിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഫ്യൂവല് റൺ ചെയ്യുന്ന പമ്പായിക്കോട്ടെ, ഇവിടെയൊക്കെ റബ്ബേഴ്സ്, അതുപോലെ തന്നെ ഗ്യാസ്കറ്റ്സ്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ E20യുടെ കെമിക്കൽ റിയാക്ഷനുമായിട്ട് വർക്കാകുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു പഠനം ഇല്ല. കാരണം വെച്ചാൽ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയ വാഹനങ്ങളിൽ അത് ഓക്കെയാണ്. കാരണം വെച്ചാൽ അവരതിനെപ്പറ്റി പഠിച്ച് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വണ്ടികൾ വരുന്നത്. അപ്പോൾ അതിൽ കംപ്ലൈൻറ്റ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ E20നെ പ്രവർത്തിക്കുന്ന സമയത്ത് കാലക്രമേണ അതിൻ്റെ റിയേഷൻസിൻ്റെ ഔട്ട് വരാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിനെപ്പറ്റി എനിക്ക് നേരിട്ട് അറിയില്ല. മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എനിക്ക് അറിയാൻ പറ്റിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ പഴയ വാഹനങ്ങളെ സംബന്ധിച്ചോളം ഇത്തരം കെമിക്കൽ റിയേഷൻ പ്രകാരം അവിടെ നിന്ന് വരുന്ന ഡസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്പെയർ പാർട്സിൽ എന്താവും, ഡിപ്പ് ചെയ്ത് നിൽക്കും അല്ലേ, അല്ലെങ്കിൽ അതവിടെ കുടുങ്ങി തങ്ങി നിൽക്കുന്ന സമയത്ത് പിന്നെ പ്രോപ്പർ മെക്കാനിസം കാർബറേറ്ററിലായാലും ഇഞ്ചക്ടറിലായാലും നടക്കില്ല. സ്വാഭാവികമായിട്ടും എൻജിനിലേക്ക് വരുന്ന ഫ്യൂവലിൻ്റെ അളവ് കുറയുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ വേ അല്ലെങ്കിൽ എൻജിൻ ഓൾറെഡി നിൽക്കും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഫ്യൂവൽ ടാങ്ക്, ഇഞ്ചക്ടർ, പമ്പ്, കാർബറേറ്റർ, അതുപോലെ തന്നെ ഫ്യൂൽ റൺ ചെയ്യുന്ന റബ്ബർ ട്യൂബ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് നാൾ മുമ്പ് ഞാൻ കണ്ട ചില ന്യൂസുകളിൽ നിങ്ങൾക്കും ചിലപ്പോൾ ഈ വിവരം കിട്ടിയിട്ടുണ്ടാവും. ഈ കാറുകളിലൊക്കെ ഒരു തരം പ്രാണി ഈ ഫ്യൂല് പോകുന്ന പമ്പിൽ ഹോൾ ഇടുന്നു, അതുവഴി പെട്രോൾ ലീക്ക് വരുന്നു എന്ന് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെ ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത് ആ പമ്പിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ റിയേഷൻസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെ ആണ് ഈ E20 പെട്രോളിൻ്റെ പ്രശ്നങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇപ്പോൾ E20 ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ബ്രസീലിലൊക്കെ ഇതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പല യൂറോപ്യൻ കൺട്രീസും E10 വരെയാണ് ഉപയോഗിക്കുന്നത്, E20യിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ E20യിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്തിന് എന്താണ് ലാഭം? ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതി 20% നമ്മളെ പെർ ലിറ്ററിൽ തന്നെ കുറയുന്ന സമയത്ത് വലിയൊരു വിദേശ നാണയം നമുക്ക് എന്ത് ചെയ്യാം, സൂക്ഷിക്കാൻ പറ്റും, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥേൻ്റെ അടിത്തറേൻ്റെ ഭാഗമാകാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇതൊരു പ്രശ്നമല്ലേ എന്ന് ചോദിക്കുന്നവരോട്, മറ്റു പല വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ നമ്മൾ ഈ കാർബറേറ്റർ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് E20യെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെ കാർബറേറ്ററാണ് മാറ്റുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. സാധാരണയായിട്ട് ഒരു 10 വർഷം വണ്ടി ഉപയോഗിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചോളം മേ ബി കാർബറേറ്റർ റീപ്ലേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും നടക്കാറുണ്ട്. ഞാനും പണ്ട് പെട്രോൾ ബൈക്കൊക്കെ ഉപയോഗിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട സമയങ്ങളിൽ നമ്മൾ ഉറപ്പ് വരുത്തണം, നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന കാർബറേറ്റർ, അല്ലെ ഇഞ്ചക്ടർ, അല്ലെ ഫ്യൂവൽ പമ്പ്, അതല്ലെങ്കിൽ ഫ്യൂവൽ ടാങ്ക്, ഇവയൊക്കെ E20 പെട്രോള് ക്യാരി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതുമായിട്ട് റിയാക്ഷൻ സംഭവിക്കാത്ത മെറ്റീരിയലാണ് നമ്മൾ, സ്പെയർ പാർട്സ് ആണ് നമ്മൾ വാങ്ങിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം.
അപ്പോൾ നിങ്ങളുടെ ചോദ്യം, അതിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണോ? സ്വാഭാവികമായിട്ടും അതിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഇടയ്ക്കും ഉത്തരമില്ല. കാരണം മറ്റു പല വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സ്പെയർ പാർട്സുകളുടെ ലഭ്യത ഇങ്ങനെ ഇഷ്യൂസ് കണ്ടതിന് ശേഷം വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള E20 പെട്രോളിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെ E20 പെട്രോളുമായിട്ട് വണ്ടി റൺ ചെയ്യുന്ന സമയത്ത് സ്പെയർ പാർട്സ് ഇഷ്യൂ ഇല്ലാത്ത സ്പെയർ പാർട്സുകൾ മാനുഫാക്ചേഴ്സാണ് നമുക്ക് നൽകേണ്ടത്. പഴയ വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരും. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു ന്യൂസ് കണ്ടു, മഹീന്ദ്ര അതുപോലെ തന്നെ മാരുതി, ഹ്യുണ്ടായി ഒക്കെ പറയുന്നു അവരെ വണ്ടികളിൽ E20 പെട്രോൾ ഉപയോഗിച്ചാൽ കംപ്ലയിൻറ്റ്സ് വരാം. അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ്സ് വരാമെന്ന് പറയുമ്പോൾ അവരെ വിശ്വസിച്ചാണ് നമ്മൾ വണ്ടി ഇറക്കണം. അപ്പോൾ ഇനിയുള്ള കാർബറേറ്ററിലോ ഇഞ്ചക്ടറിലോ അതിലൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന മെറ്റീരിയൽ ഒന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഷോറൂം പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് മാറ്റാൻ പറ്റുമോ? നമ്മൾ മാർക്കറ്റിൽ E20 പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെ പ്രൊഡക്റ്റുകൾ ഇറങ്ങണം. നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന കാർബറേറ്ററിന് പകരമായിട്ട് വരുന്നത് E20 ഉപയോഗിച്ച് റൺ ചെയ്യാൻ പറ്റുന്ന കാർബറേറ്റർ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ. അങ്ങനെ അല്ലാതെ നമ്മൾ 100 കാർബറേറ്റർ മാറ്റിയാലും കംപ്ലയിൻറ്റ്സ് വരും. കാരണം റിയേഷൻസ് നടക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട കെമിക്കൽ കോമ്പണൻസ് ഇതിലേക്ക് ഇഞ്ചക്ടറിലും ഫ്യൂവലിലും ഒക്കെ ആയിട്ട് തങ്ങിയെന്ന് നമുക്ക് എന്തായാലും പണി തരും. അപ്പോൾ ഇതാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി അവിടെ വർക്ക്ഷോപ്പ് കൊടുത്തിട്ട് ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത്, എൻ്റെ ഒരു വണ്ടി 1 മാസത്തോളമായിട്ട് വർക്ക്ഷോപ്പിൽ. അപ്പോൾ ഞാൻ ആ വണ്ടി നോക്കാൻ പോകുന്ന സമയത്താണ് ഇവർ ഈ വണ്ടിയെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കാർബറേറ്റർ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ E20 വന്നുകൊണ്ട് കാർബറേറ്ററിൻ്റെ എന്ത് പ്രശ്നം വന്നാലും ഇപ്പോൾ E20ൻ്റെ തലയിലാണ് കേട്ടോ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി നിങ്ങളോട് പറയാനുള്ളത്, E20 റിലേറ്റഡ് ആയിട്ട് നിങ്ങളൊരു സ്പെയർ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇനി E20 ഉപയോഗിച്ച് വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് വെക്കുന്ന സ്പെയർ അതിനെ എന്താ പറയുക, അതുമായിട്ട് കെമിക്കൽ റിയേഷൻസോ അങ്ങനെയൊക്കെ വരില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇതെങ്ങനെ ഈ പ്രശ്നം വരുന്നത് വെച്ചാൽ, ഈ ഫ്യൂൽ പോകുന്ന പമ്പൊക്കെ ഉണ്ടാവും, അത് റബ്ബറായിരിക്കാം, അത് ഗ്യാസ്കറ്റ്സ്, റബ്ബേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ എന്താ പറയുക എൻജിൻ കമ്പൗണ്ടിൽ ഫ്യൂവൽ പാസ് ചെയ്യുന്ന ആ ലൈനിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവിക റിയാക്ഷൻ നടക്കാം, അതിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്തെങ്കിലും E20 പെട്രോളിനെ എന്താ പറയുക പിടിച്ചു നിർത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ എങ്ങനെ പറയാം, E20 പെട്രോളുമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഫിസിക്കലി ഡാമേജൊന്നും വരാത്ത സ്പെയർ വാങ്ങിച്ച് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിൽ സ്പെയർ കിട്ടുമോ എന്ന് ചോദിച്ചാൽ വിവരം എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ഞാൻ കുറേ ആയിട്ട് അന്വേഷിച്ചത്. അപ്പോൾ ഈ വർക്ക്ഷോപ്പുകാരനും അറിയില്ല. ഇവർക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുമ്പോൾ എന്താ പറയുക, കോയമ്പത്തൂരിൽ നിന്ന് കുറച്ച് പാർട്സ് കിട്ടുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോറൂം പോയിട്ട് വാങ്ങിക്കുന്നത്, അങ്ങനെയുള്ള സ്പെയർ പാർട്സ് മാത്രമല്ല. അപ്പോൾ സ്പെയർ പാർട്സിന് അത്തരത്തിലുള്ള സ്പെയർ പാർട്സ് ഇവിടെ ലഭ്യമാണോ എന്നുള്ളതും എനിക്കറിയില്ല. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ പ്രശ്നം ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഏകദേശം 10 വർഷം 15 വർഷമൊക്കെ പഴക്കമുള്ള വണ്ടികളിൽ ഓൾറെഡി കാർബറേറ്ററൊക്കെ എന്താ പറയുക പെട്രോളിലില്ല, ചില കമ്പോണൻ്റൊക്കെ അടിഞ്ഞു കൂടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിലേക്കാണ് E20 കൂടി വരുന്നത്. അപ്പോൾ അതിനനുസൃതമായ ഇഷ്യൂസ് ഉണ്ടാവാം. പിന്നെ നിങ്ങൾ ക്ലീൻ ചെയ്ത് ഇതൊരു ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമൊന്നുമല്ല കേട്ടോ. അത് വീണ്ടും അതിനകത്ത് റിയേഷൻസ് നടക്കും. അതിൻ്റെ അകത്ത് എന്താ പറയുക, ഈ വേസ്റ്റ് കമ്പോണൻ്റ് ഉണ്ടാവും, അത് പമ്പിലൂടെ വരും ഉണ്ടാവും. ക്ലീൻ ചെയ്യാവുന്നതിലുപരി ആ സ്പെയർ പാർട്സ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിക്ക് പേഴ്സണലി, ഞാൻ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ E20 പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും റൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്തരത്തിലുള്ള സ്പെയർ പാർട്സ് മുഴുവൻ വണ്ടികളും കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമ്പണൻ്റ് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക മെറ്റൽസ് കൊണ്ട് നിർമ്മിച്ച, അല്ലെങ്കിൽ E20യെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മെറ്റൽ കൊണ്ട് നിർമ്മിച്ച, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന സ്പെയർ പാർട്സ് കടകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ അന്വേഷിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ മാർക്കറ്റിൽ അങ്ങനെ ഇതുവരെ വന്നു തുടങ്ങിയില്ലാണെന്നാണ് മെക്കാനിക്ക് പറഞ്ഞത്. മെക്കാനിക്കിനും പരിമിതമായ അറിവായിരിക്കും, അവർക്ക് അവരുടെ ലോക്കൽ മാർക്കറ്റ് കിട്ടുന്നത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും അത്തരത്തിൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ നിന്നും അതുപോലെ തന്നെ ഈ മെക്കാനിക്കോടും പിന്നെ എൻ്റെ മിതമായൊരു അറിവും വെച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. ഇതിൽ കൂടുതൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഇതല്ല ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ കേട്ടോ. എനിക്കും പഠിക്കാം, അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കാനും എന്ന് ഞാൻ വിചാരിക്കുന്നു.
പിന്നെ വേറൊരു കാര്യം കൂടി ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. പുതുതായിട്ടൊരു പെട്രോൾ സ്കൂട്ടറൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എടുക്കണ്ട എന്നെനിക്ക് പറയാനുണ്ട്. കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പെട്രോൾ പമ്പ് പോയി ക്യൂ നിൽക്കേണ്ട, പിന്നെ വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങണ്ട, ഇങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങളുണ്ട്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പണ്ട് ഞാനൊരു ഇലക്ട്രിക്കൽ സ്കൂട്ടർ അല്ലാതെ പെട്രോൾ സ്കൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് അധികവും ഞാൻ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ പോകേണ്ട വരുന്ന അവസ്ഥ എനിക്ക് വരാറുണ്ട്. ഇനി ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ SR1, SR2, SR3, SR4 എന്ന് പറയുന്നില്ല, ഏകദേശം 4ഓളം വേരിയൻറ്റുകൾ വരുന്നുണ്ട്. അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് സർവീസ് ചെയ്യേണ്ടത്, ഓർ 10,000 കിലോമീറ്ററിൽ. അപ്പോൾ വീണ്ടും നിങ്ങളൊരു പെട്രോൾ വണ്ടിയൊക്കെ എടുക്കുന്നത് അത്ര നല്ലതല്ല സ്കൂട്ടേഴ്സിൽ, ബൈക്സിൽ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ, ഈ സെക്കൻഡ് ഹാൻഡ് ബൈക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ സ്പെയർ പാർട്സ് മാറ്റിയത്, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയത്, അല്ലെങ്കിൽ ഇഞ്ചക്ടറും ഫ്യൂൽ ഇഞ്ചക്ടറും കാർബറേറ്ററൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടൊക്കെ തരുന്ന വണ്ടികളൊക്കെ ഉണ്ട് മാർക്കറ്റിൽ, കിട്ടാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇഞ്ചക്ടറൊക്കെ കംപ്ലൈൻ്റ് ആയാലും എത്രയാണ് പൈസ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ്. അപ്പോൾ എല്ലാവരും കഴിയുന്നത് ഇലക്ട്രിക്കിലേക്ക് മാറാൻ ശ്രമിക്കുക. പിന്നെയുള്ളത് എന്താ പറയുക, ഇത് സ്പെയർ പാർട്സ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ E20 പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ സ്പെയർ പാർട്സുകൾ വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. എല്ലാവരും പെട്ടെന്ന് തന്നെ EVയിലേക്ക് മാറിക്കും, അതായിരിക്കും നന്നാവുക. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഞാൻ ഇതിലൂടെ പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ഒരു മിനിമം അറിവൊക്കെ വെച്ച് സംസാരിച്ചാണ് കേട്ടോ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.